വിശുദ്ധ ഖുർആൻ ചൊല്ലുന്നുണ്ടാ അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലൂ ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വഅസ്വാജും മുതഹ്ഹറാ. ഓ മനുഷ്യന്മാരെ, ഓ അടിമകളായ ആൾമാരെ, നിങ്ങൾക്ക് നാ ചൊന്തരട്ട ഖുർആൻ ചൊല്ലുന്നത്, പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്നുണ്ടോ? പരിശുദ്ധ ഖുർആൻ കേൾക്കുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും. നിങ്ങൾക്ക് നിങ്ങൾ ദുനിയാവിലുള്ളതായ നിങ്ങൾ പേരിച്ചു വെച്ച നിങ്ങളെ ബിസിനസ്സും നിങ്ങളെ ദുനിയാവിൽ എന്തെല്ലാം നിങ്ങൾ കൊണ്ട് പിരിസപ്പെട്ടത് അതിരാട്ടി എല്ലാത്തിനാട്ടിയും ഹൈറായ വന്ന് നിങ്ങൾക്ക് നാട് ചൊന്തരട്ട, നിങ്ങൾക്ക് നാട് പരിപാടി തരട്ട. ആർക്ക് ഇതെല്ലാം ബലിയായിട്ട് കണ്ടത്, ഇതെല്ലാം ബലി മഹത്വമായിട്ട് കണ്ടതാണ്. ചില ആൾമാർക്ക് സ്വർഗ ചൊന്നെങ്കിൽ അത് സിമ്പിളായിട്ട് കണ്ട്, ചില ആൾമാർക്ക് കബർ ശിക്ഷയായിട്ട് ചൊന്നെങ്കിൽ വലിയ വിഷയാവില്ല, ചില ആൾമാർക്ക് നരക ചൊന്നെങ്കിൽ അത് പേടിയാവില്ല, ചില ആൾമാർ കബർ ചൊന്നെങ്കിൽ ഒരു പേടിയുമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര മനുഷ്യന്മാരുണ്ട് കബർ ചൊന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു പേടിയില്ല. എത്ര മനുഷ്യന്മാരെ മയ്യത്തായ മനുഷ്യന്മാരെ കൊണ്ടുപോയിട്ട് കബറിൽ കൊണ്ടുപോയിട്ട് കിടപ്പാട്ടിട്ട് ആ കബറിന്റെ മുണ്ടത്തെ ദ്വാർന്നിട്ട് വന്നിട്ട് നിങ്ങൾ ഔത്തുകെത്തുമ്പോ ആ കബറ് മറന്നു പോണില്ലേ? ആ കബറിന്റെ ഔത്തിൽ വെച്ചിട്ട് ആ കബറിന്റെ ഒത്തുലേ അവിടെ മീസാന കല്ല് നാട്ടിയോണ്ടിക്കുമ്പോ, അവിടെ തസ്ബീഹ് ചൊന്നു കൊടുത്തോണ്ടിക്കുമ്പോ, ഫോണിന് പടക്ക പറഞ്ഞിട്ട് വാട്സപ്പ് യൂസ് ആക്കണ എത്ര മനുഷ്യന്മാർ കബറിന്റെ മുട്ടമേ കാണ്ടില്ലേ? എന്തേ കാരണം മുസ്ലിമേ? എന്തേ ഇത് കാരണ? അവനക്ക് കബറുക പേടിയാവില്ലേ? കബർ ചൊന്ന അവന്റെ മനസ്സിന് പേടി വണ്ടില്ലേ? കാരണ നിന്റെ ഹൃദയത്തിൽ തഖ്വയില്ല, പടച്ചോന്റെ പേടിയില്ല, അല്ലാഹുവിന്റെ ഖൗഫ് നിങ്ങൾക്ക് വന്നിട്ടില്ല. അല്ലാഹുവിന്റെ പള്ളിക്ക് വന്നിട്ട് വെള്ളിയാഴ്ച ജുമുഅക്ക് ആ ജുമുഅ ഖുത്ബ ഓതുമ്പോ ആ ഖതീബ് നിങ്ങൾക്ക് ചൊന്തണ്ട ഒരു പോയിന്റ് ഇല്ലേ? ഖുത്ബ ഓതുമ്പോ ഖുത്ബത്ത് 5 ഫറലില്ലേ? ആ ഒരു ഫറൽ എന്തൊരു രണ്ടാമത്തെ ഫറൽ നിങ്ങൾക്ക് ചൊന്തണ്ടില്ലേ? മൂന്നാമത്തെ ഫറൽ ചൊന്തണ്ടില്ലേ? അയ്യുഹന്നാസ് ഉസീകും ഇബാദല്ലാഹ്. ഓ മനുഷ്യന്മാരെ, അല്ലാഹുവിനെ നിങ്ങൾ പേടിക്കറോ, ഇത്തഖുല്ലാഹ്, പടച്ചോനെ നിങ്ങൾ പേടിക്കറോ, അവനെ നിങ്ങൾ ഖൗഫ് തഖ്വാക്കി ജീവിക്കറോ. എന്തൊരു തഖ്വാ ചെന്നെങ്കിരോ, പടച്ചോനെ പേടിക്കണോ ചെന്നെങ്കിരോ. അല്ലാഹുവിനെ പേടിച്ചിട്ട് 24 കണ്ട പള്ളിയുടെ മൂലയിൽ വന്നിട്ട് ദയിക്കണോണ്ട് ചൊന്നിട്ടില്ലേ? അല്ലാഹുവിന്റെ പേടി എന്നിട്ട് പള്ളിയുടെ മൂലയിൽ വന്നിച്ചെങ്ങ് ദുനിയാവ് നടക്കുവാ. എല്ലാവരും പള്ളിയിൽ പഠിച്ചവന്റെ പേടിക്കട എന്നിട്ട് നാളെ വന്നിട്ട് എല്ലാവരും പള്ളിയുടെ മൂലയിൽ വന്നിട്ട് മക്കാമള് ദർഗത്തിൽ ഉള്ളത് വന്നിച്ചിട്ട് ഖുർആൻ ഓത്ത് ഇതെല്ലാം ആക്കിയിട്ട് ഭയങ്കര അല്ലാഹുവിന്റെ പേടി അല്ലേ? അങ്ങനെ ദയിക്കണം ചൊന്നിട്ട് ഖുർആൻ ഞങ്ങൾ കൽപ്പിച്ചതാ ചൊന്നിട്ടില്ലേ? എന്തോ തഖ്വ 24 കണ്ട പള്ളിയിൽ ദയിക്കണോണ്ടില്ല, 24 കണ്ട വന്നിട്ട് ഖുർആൻ ഓതണോണ്ടില്ല. അല്ലാഹുവിനെ പേടിക്കണോ ചൊന്നെങ്കിൽ അവിടെ തഖ്വാകണോ ചൊന്നെങ്കിൽ എന്തോ ഇംതിസാലു അവാബിരില്ലാഹി വജിതിനാബു നവാഹി. അല്ലാഹു ഞങ്ങളുടെ കൽപ്പിച്ച ഏതെല്ലാം കാര്യമുണ്ടോ, അല്ലാഹു ഞങ്ങളുടെ കൽപ്പിച്ച ഏതെല്ലാം കാര്യമുണ്ടോ 5 വക്ത് നിസ്കാര കൃത്യമായി നിസ്കരിക്കണ സ്വഭാവ. ഏത് കഷ്ടത്തിലും ഏത് പ്രയാസപരമ്പത്തും ഏത് ഘട്ടത്തിലും നിസ്കാരത്തെ വിഷയത്തിൽ കൃത്യനിഷ്ഠ പാലിക്കണ ആൾമാർ ഏത് ടൈമിലും നിസ്കാര വിട്ട് കളിക്കില്ല. ഔത്തിലും മങ്ങില ഉണ്ടുണ്ടായെങ്കും അവന്റെ നിസ്കാര ലോഹര നിസ്കാര കലായി പോണ്ടില്ല. അവിടെ ജണ്ട് കണ്ടത്തോളം വാത് കെട്ടിട്ട് കേട്ടിട്ട് ഓരോ സുഖ പോയിട്ട് വന്നിട്ടുണ്ടായെങ്കോ അവന്റെ നിസ്കാര കല ആയി പോണ്ടില്ല. ഏത് സഫർ പോണ്ടുണ്ടായെങ്കും അവന്റെ നിസ്കാര അവനക്ക് കല ആയി പോണ്ടില്ല. ഇത് മുത്തഖീങ്ങളായ ആൾമാരുടെ ലക്ഷണ. ആ മുത്തഖീങ്ങളായ ആൾമാറുകളെ സ്വർഗ്ഗ